ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC വിന്നിംഗ് ഷോട്ട്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്നത് കാറ്റഗറി നമ്പർ 215/2023 ആ കാറ്റഗറിയിൽ നടന്ന ഒരു PSC പരീക്ഷയുടെ ചോദ്യപേപ്പറാണ്. അപ്പോൾ കൂടുതൽ സംസാരങ്ങളിലേക്ക് പോകുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന മാർക്ക് എത്രയാണെന്ന് തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ, ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യുക. ഒന്നാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശ്രീനാരായണ ഗുരുവിൻ്റേതല്ലാത്ത കൃതി ഏതാണ്? ആദിഭാഷയാണ്. ഓപ്ഷൻ എ തന്നെ കൊടുത്തിരിക്കുന്നത് ആദിഭാഷയാണ്. ആദിഭാഷ ആരുടെയാണ്? ചട്ടമ്പി സ്വാമികളുടെയാണ്. ബാക്കി കൊടുത്തിരിക്കുന്ന ദൈവദശകം, ശിവശതകം, ദർശനമാല ഇതെല്ലാം ശ്രീനാരായണ ഗുരുവിൻ്റേതാണ്. രണ്ടാമത്തെ ചോദ്യമാണ്, കേരളത്തിൻ്റെ വിജ്ഞാന മേഖലയുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത്? മലബാറിൽ വിദ്യാഭ്യാസം പ്രചരിപ്പിക്കുന്നതിന് നേതൃത്വം നൽകിയത് ബാസൽ ഇവാഞ്ചലിക്കൽ മിഷനാണ്. അത് ശരിയാണ്. റാണി ഗൗരി പാർവതി സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം തിരുവിതാംകൂറിൽ നടപ്പിലാക്കി. അത് ശരിയാണ്. മൂന്നാമത്തത് സി, കൊച്ചിയിലെ ആദ്യ സ്കൂൾ 1818 സ്വാതി തിരുനാളിൻ്റെ കാലത്ത് സ്ഥാപിക്കപ്പെട്ടു. അത് തെറ്റാണ്. സ്പാനിഷ് മിഷണറി ആയിരുന്ന ട്വിങ്കിൾ ടാബ് നാഗർകോവിൽ ഉൾപ്പെടെയുള്ള പ്രദേശത്ത് ഇംഗ്ലീഷ് സ്കൂളുകൾ സ്ഥാപിക്കുകയുണ്ടായി. അതും ശരിയാണ്. അപ്പോൾ ഇവിടെ ആൻസർ ഏതാണ്? ഓപ്ഷൻ സി. അതാണ് തെറ്റായിട്ടുള്ളത് കേട്ടോ. ഓപ്ഷൻ സി ആണ് ആൻസർ. മൂന്നാമത്തെ ചോദ്യം, ഇന്ത്യൻ സമുദ്രത്തിൻ്റെ ആധിപത്യത്തിന് വേണ്ടി കാർട്ടസ് വ്യവസ്ഥ നടപ്പിലാക്കിയ പാശ്ചാത്യ രാജ്യം ഏതായിരുന്നു? കാർട്ടസ് ആരാണ്? പോർച്ചുഗൽ കേട്ടോ. പോർച്ചുഗലാണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ കേട്ടോ. നാലാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ചൈനയിലെ ബോക്സർ കലാപവുമായി ബന്ധപ്പെട്ട വർഷം ഏത്? ഓപ്ഷൻ സി ആണ് 1900, 1901. ഇതാണ് ബോക്സർ കലാപവുമായി ബന്ധപ്പെട്ട വർഷം കേട്ടോ. അഞ്ചാമത്തെ ചോദ്യമാണ്, തെക്കേ അമേരിക്കയിലെ ചിലി, പെറു പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് വികാസം പ്രാപിച്ച സംസ്കാരം ഏതാണ്? ഇൻക സംസ്കാരം കേട്ടോ. ഇൻക സംസ്കാരം. ഓപ്ഷൻ ബി ആണ് ആൻസർ. ആറാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നു. കോഴിക്കോടിൻ്റെ കഥ എന്ന കൃതിയുടെ കർത്താവ് ആര്? കോഴിക്കോടിൻ്റെ കഥ എന്ന കൃതിയുടെ കർത്താവ് ആരാണ്? MGS നാരായൺ കേട്ടോ. MGS നാരായൺ. ഓപ്ഷൻ എ ആണ് ആൻസർ. ഏഴാമത്തെ ചോദ്യം, ഗാന്ധിസാഗർ ഡാം സ്ഥിതി ചെയ്യുന്ന നദി ഏതെല്ലാം സംസ്ഥാനങ്ങളിലൂടെയാണ് ഒഴുകുന്നത്? ഏതൊക്കെയാണ്? ഓപ്ഷൻ എ തന്നെയാണ് ആൻസർ. മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, അതേപോലെ തന്നെ രാജസ്ഥാൻ കേട്ടോ. മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, രാജസ്ഥാൻ. എട്ടാമത്തെ ചോദ്യം, അന്തരീക്ഷത്തിൽ അടങ്ങിയിരിക്കുന്ന വിവിധ വാതകങ്ങളിൽ 3-ാം സ്ഥാനത്തും 4-ാം സ്ഥാനത്തും വരുന്ന വാതകങ്ങൾ ഏതെല്ലാം? ഏതൊക്കെയാണ്? ഓപ്ഷൻ ഡി ആണ് ആൻസർ. ആർഗൺ, കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പം 3-ാം സ്ഥാനത്ത് ആർഗൺ, 4-ാം സ്ഥാനത്ത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ഒൻപതാമത്തെ ചോദ്യമാണ്, ലോകത്തിലെ ഏറ്റവും വലിയ മത്സ്യബന്ധന കേന്ദ്രമായ ഗ്രാൻഡ് ബാങ്ക്സിൽ വെച്ച് കൂടിക്കലരുന്ന 2 പ്രധാന ഉഷ്ണ ശീതജല പ്രവാഹങ്ങൾ ഏതെല്ലാം? ഏതൊക്കെയാണ്? ഗൾഫ് സ്ട്രീമും ലാബ്രഡോർ പ്രവാഹവും കേട്ടോ. ഗൾഫ് സ്ട്രീമും ലാബ്രഡോർ പ്രവാഹവുമാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. 10ാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നു. ഹെമിസ് ദേശീയോദ്യാനത്തിൽ സംരക്ഷിക്കപ്പെടുന്ന പ്രധാന വന്യജീവി ഏതാണ്? ഹെമിസ്? ഓപ്ഷൻ സി ഹിമപ്പുലിയാണ് കേട്ടോ. ഓപ്ഷൻ സി ഹിമപ്പുലിയാണ്. 11ാമത്തെ ചോദ്യം, കേന്ദ്ര കിഴങ്ങുവർഗ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? തിരുവനന്തപുരം കേട്ടോ. കേന്ദ്ര കിഴങ്ങുവർഗ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? തിരുവനന്തപുരമാണ്. 12ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ വാട്ടർ മെട്രോ നഗരം ഏത്? ഓപ്ഷൻ സി കൊച്ചിയാണ് കേട്ടോ. ഓപ്ഷൻ സി കൊച്ചി. 13ാമത്തെ ചോദ്യം, താഴേക്ക് ചരിഞ്ഞ നേർരേഖാചോദന വക്രത്തിൻ്റെ മധ്യബിന്ദുവിലെ ഇലാസ്തികത എത്രയായിരിക്കും? 1 കേട്ടോ. ഓപ്ഷൻ ബി 1 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. 14ാമത്തെ ചോദ്യം, ഉൽപാദന സാധ്യതാ വക്രത്തിൻ്റെ ആകൃതി ഉൽപാദന സാധ്യതാ വക്രത്തിൻ്റെ ആകൃതി ഏതാണ്? ഓപ്ഷൻ സി കോൺകേവ് കേട്ടോ. കോൺകേവ് ആണ്. ഓപ്ഷൻ സി കോൺകേവ്. ഉൽപാദന സാധ്യതാ വക്രത്തിൻ്റെ ആകൃതി എന്താണ്? കോൺകേവ്. ഓപ്ഷൻ സി ആണ് ആൻസർ. 15ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന ധനകാര്യ സ്ഥാപനം ഏതാണ്? ഓപ്ഷൻ എ RBI കേട്ടോ. ഓപ്ഷൻ എ എന്നാണ്. RBI ആണ് ആൻസർ ആയിട്ട് വരുന്നത്. 16ാമത്തെ ചോദ്യം,
മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയിൽ അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് എങ്ങനെയാണ്? വില മെക്കാനിസം കേട്ടോ. വില മെക്കാനിസം ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ ബി ആണ് ആൻസർ. മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയിൽ അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് ഓപ്ഷൻ ബി, വില മെക്കാനിസം. 17ാമത്തെ ചോദ്യം, ഒരു വ്യക്തിയുടെ ഉപഭോഗം എപ്പോഴും എന്തായിരിക്കും? പോസിറ്റീവ് കേട്ടോ, പോസിറ്റീവ്. ഓപ്ഷൻ എ പോസിറ്റീവ്. 18ാമത്തെ ചോദ്യം, ഒരേ ഒരു വാങ്ങൽക്കാരൻ മാത്രമുള്ള കമ്പോളം ഏതാണ്? ഓപ്ഷൻ സി ആണ് ആൻസർ. മൊണോപ്സോണി കേട്ടോ, മൊണോപ്സോണി ആണ് ആൻസർ കേട്ടോ. മൊണോപ്സോണി. ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. 9ാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ പോകുന്നു. മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയോട് കൂട്ടിച്ചേർത്ത ഭരണഘടനാ ഭേദഗതി ഏതാ? 42ാം ഭേദഗതി കേട്ടോ, 42ാം ഭേദഗതി. ഓപ്ഷൻ ബി ആണ് ആൻസർ. 20ാമത്തെ ചോദ്യം, ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ആരാണ്? ഓപ്ഷൻ ഡി, രാജേന്ദ്ര പ്രസാദ് കേട്ടോ. ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ അധ്യക്ഷൻ ആരാണ്? രാജേന്ദ്ര പ്രസാദ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. 21ാമത്തെ ചോദ്യം, ഭരണഘടനാ ഭേദഗതി വഴി സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്ത വർഷം എന്നാണ്? 1978 ആണ് കേട്ടോ. ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. 1978. ലോകസഭയുടെ പ്രഥമ സ്പീക്കർ ആരായിരുന്നു? ആരാണ്? ജി വി മാവുലങ്കാർ കേട്ടോ. ജി വി മാവുലങ്കാർ ആണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. 23ാമത്തെ ചോദ്യം, പൗരത്വ ഭേദഗതി നിയമം പാസാക്കിയത് എന്നാണ്? 2019 ഡിസംബർ 11 കേട്ടോ. 2019 ഡിസംബർ 11 24ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം നമുക്ക്. യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയം. ഈ താഴെ കൊടുത്തിരിക്കുന്നതിൽ യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയം എന്താണ്? വരുമാന നികുതി കേട്ടോ. വരുമാന നികുതിയാണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. 25ാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നു. ഭരണഘടനാ ഇതര സ്ഥാപനം തിരിച്ചറിയുക. ഭരണഘടനാ ഇതര സ്ഥാപനം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ്? നീതി ആയോഗാണ് കേട്ടോ. നീതി ആയോഗാണ്. ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി അടുത്തത് 26ാമത്തെ ചോദ്യമാണ്. നഗരപാലിക ആക്ടുമായി ബന്ധപ്പെട്ട ഭരണഘടനാ ഭേദഗതി ഏത്? നഗരപാലിക ആക്ടുമായി ബന്ധപ്പെട്ട ഭരണഘടനാ ഭേദഗതിയാണ് 74ാം ഭേദഗതി. ഓപ്ഷൻ എ ആണ് ആൻസർ. അടുത്ത ചോദ്യം 27ാമത്തെ ചോദ്യം, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രഥമ അധ്യക്ഷൻ ആരായിരുന്നു? ഓപ്ഷൻ ഡി, ജസ്റ്റിസ് എം പരീദ് പിള്ള കേട്ടോ. ജസ്റ്റിസ് എം പരീദ് പിള്ളയാണ്. 28ാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നു. കേരള ഭൂപരിഷ്കരണ ഭേദഗതി നിയമം പാസാക്കിയ വർഷം എന്ന? 1969 കേട്ടോ. ഓപ്ഷൻ എ ആണ് ആൻസർ. കേരള ഭൂപരിഷ്കരണ ഭേദഗതി നിയമം പാസാക്കിയ വർഷം എന്നാണ്? 1969. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഉറപ്പ് നൽകുന്ന മിനിമം തൊഴിൽ ദിനങ്ങൾ എത്രയാണ്? 100 കേട്ടോ. 100 ഓപ്ഷൻ സി ആണ് ആൻസർ. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഉറപ്പ് നൽകുന്ന മിനിമം തൊഴിൽ ദിനം എത്രയാണ്? 100 കേട്ടോ. 100. 30ാമത്തെ ചോദ്യം, കേരള സംസ്ഥാന തണ്ണീർത്തട നിയമം പാസാക്കിയ വർഷം എന്ന? 2008 കേട്ടോ. 2008. ഓപ്ഷൻ ബി ആണ് ആൻസർ. 31ാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നു. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ആരംഭിച്ച വർഷം എന്നാണ്? 2018 എന്നാണ്. 2018. 32ാമത്തെ ചോദ്യം, കോവിഡ് വകഭേദമായ ഒമിക്രോൺ വൈറസിന് ആ പേര് ലഭിച്ചത് ഗ്രീക്കിലെ 15ാമത്തെ അക്ഷരത്തിൽ നിന്നും കേട്ടോ. ഗ്രീക്കിലെ 15ാമത്തെ അക്ഷരത്തിൽ നിന്നുമാണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ കേട്ടോ. ഓപ്ഷൻ ഡി ആണ്. ഗ്രീക്കിലെ 15ാമത്തെ അക്ഷരത്തിൽ നിന്നുമാണ് ആ വൈറസിന് ആ പേര് ലഭിച്ചത് കേട്ടോ. ഒമിക്രോണിന് കേട്ടോ. 33ാമത്തെ ചോദ്യം, എന്താണ് ഡോപ്സൺ യൂണിറ്റ്? എന്താണ് ഡോപ്സൺ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ? അന്തരീക്ഷത്തിലെ ഓസോണിന്റെ കനം അളക്കുന്നത് കേട്ടോ. ഓപ്ഷൻ ബി ആണ് ആൻസർ. അന്തരീക്ഷത്തിലെ ഓസോണിന്റെ കനം അളക്കുന്നതാണ് ഡോപ്സൺ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ. 34ാമത്തെ ചോദ്യമാണ്. 2021 ലോക മണ്ണ് ദിനത്തിന്റെ പ്രമേയം എന്താണ്? ലോക മണ്ണ് ദിനത്തിന്റെ പ്രമേയമാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ആണ് ആൻസർ. മണ്ണിന്റെ ലവണീകരണം തടയൂ, മണ്ണിന്റെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കൂ. മണ്ണിന്റെ ലവണീകരണം തടയൂ, മണ്ണിന്റെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കൂ. ഇതാണ് ആൻസർ. ഇനി 35ാമത്തെ ചോദ്യമാണ്. ആന്റി സ്റ്റെറിലിറ്റി ഫാക്ടർ എന്നറിയപ്പെടുന്ന ജീവകം ഏതാണ്? ജീവകം ഇ ആണ് കേട്ടോ.
ആൻറ്റി സ്റ്റെറിലിറ്റി ഫാക്ടർ എന്നറിയപ്പെടുന്ന ജീവകം ഏതാണ്? ജീവകം ഇ ആണ്. അടുത്തത് 36-ാമത്തെ ചോദ്യം. താഴെ പറയുന്നവയിൽ മലേറിയയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ഒന്നാമത്തെ പ്രസ്താവന ഇതാണ്. മലേറിയയുടെ രോഗകാരി പ്ലാസ്മോഡിയം എന്ന സൂക്ഷ്മ ജീവിയാണ്. കൊതുകാണ് മലേറിയ രോഗത്തെ ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകർത്തുന്നത്. പ്രസ്താവന എ മാത്രം ശരിയാണ്. പ്രസ്താവന എയും ബിയും ശരിയാണ്. ഇതിലേതാണ് ആൻസർ? പ്രസ്താവന എയും ബിയും ശരിയാണ്. ഓപ്ഷൻ ഡി ആണ് ആൻസറായിട്ട് വരുന്നത്. 37-ാമത്തെ ചോദ്യം. മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗം ഏതാണ്? സെറിബ്രം. കേട്ടോ, സെറിബ്രം. ഓപ്ഷൻ സി ആണ് ആൻസർ. 38-ാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നു. അന്തർവാഹിനികളുടെ നിർമ്മാണം ഏത് നിയമവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു? ഏതാണ്? ആർക്കമിഡീസ് തത്വം. കേട്ടോ, ആർക്കമിഡീസ് തത്വമാണ്. ഓപ്ഷൻ എ ആണ് ആൻസർ. 39-ാമത്തെ ചോദ്യം. UV തരംഗം ഒരു ലോഹപ്രതലത്തിൽ വന്നു പതിക്കുമ്പോൾ ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം സംഭവിക്കുന്നില്ല എങ്കിൽ ഏത് തരംഗം പതിച്ചാലാണ് ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം സംഭവിക്കുന്നത്? ഏതാണ്? എക്സ്റേ തരംഗം. കേട്ടോ, എക്സ്റേ തരംഗമാണ്. ഓപ്ഷൻ സി ആണ് ആൻസറായിട്ട് വരുന്നത്. 40-ാമത്തെ ചോദ്യം. താഴെ പറയുന്നവയിൽ നീളത്തിൻ്റെ ഏറ്റവും വലിയ യൂണിറ്റ് ഏതാണ്? പാർസെക് ആണ്. കേട്ടോ, പാർസെക് ആണ് ആൻസറായിട്ട് വരുന്നത്. ഇനി 41-ാമത്തത് ഒരു മാത്സ് ഫിസിക്സിലെ തന്നെ ഒരു മാത്സ് ആണ്. അതിൻ്റെ ആൻസർ വരുന്നത് 1600 വാട്ടാണ്. കേട്ടോ, 1600 വാട്ടാണ്. ഒരു മോട്ടോർ ഉപയോഗിച്ച് 120 മീറ്റർ ആഴമുള്ള ഒരു കിണറിൽ നിന്ന് 5 മിനിറ്റ് കൊണ്ട് 400 കിലോഗ്രാം ജലം പമ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ ആ മോട്ടോറിൻ്റെ പവർ എത്രയാണെന്നുള്ളതാണ്. ഗ്രാവിറ്റി കൊടുത്തിട്ടുണ്ട് 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഇതിൽ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. കേട്ടോ, 1600 വാട്ടാണ്. കേട്ടോ. ഇനി 42-ാമത്തെ ചോദ്യം. നമുക്ക് ചെയ്ത് കാണിക്കാനുള്ള ഒരു ഇതില്ലാത്തത് കൊണ്ടാണ് ചെയ്യാത്തത്. കേട്ടോ. 42-ാമത്തെ ചോദ്യം. ഒരു ഏകാത്മക മിശ്രിതത്തിന് ഉദാഹരണം ഏതാണ്? ഉപ്പുവെള്ളം. ഓപ്ഷൻ സി ഉപ്പുവെള്ളം. 43-ാമത്തെ ചോദ്യം. ഒരു വാതകത്തിനെ ദ്രാവകമാക്കാൻ ഏറ്റവും അനുകൂലമായ സാഹചര്യം ഏതാണ്? മർദ്ദം കൂട്ടുക, ഊഷ്മാവ് കുറയ്ക്കുക. എങ്ങനെയാണ്? മർദ്ദം കൂട്ടുക, ഊഷ്മാവ് കുറയ്ക്കുക. കേട്ടോ. ഇനി 44-ാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നു. സ്വർണ്ണാഭരണം, പഞ്ചസാര, ഉപ്പുവെള്ളം എന്നിവ യഥാക്രമം ഏതെല്ലാം വിഭാഗത്തിൽ ക്രമപ്പെടുത്താം? ഏതെല്ലാമാണ്? മിശ്രിതം, സംയുക്തം, മിശ്രിതം. കേട്ടോ, ഓപ്ഷൻ എ ആണ് ആൻസർ. കേട്ടോ, ഓപ്ഷൻ എ ആണ് ആൻസറായിട്ട് വരുന്നത്. 45-ാമത്തെ ചോദ്യം. നിത്യവും ഉപയോഗിക്കുന്ന സോപ്പിൽ 2ാം ഗ്രേഡ് സോപ്പിൻ്റെ TFM ഡാഷിൽ കൂടുതലായിരിക്കും. 70%. കേട്ടോ, 70% കൂടുതലായിരിക്കും. 46-ാമത്തെ ചോദ്യം. ഇന്ദുലേഖ ചാറ്റർജി എന്ന കേന്ദ്ര കഥാപാത്രം കടന്നുവരുന്ന TD രാമകൃഷ്ണൻ്റെ നോവൽ ഏതാണ്? ആൽഫ. കേട്ടോ, ഓപ്ഷൻ സി ആൽഫയാണ്. കേട്ടോ, ആൽഫ. 47-ാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നു. ബ്രിഡ്ജ് ഔട്ട് എന്ന പദം താഴെ തന്നിരിക്കുന്നവയിൽ ഏത് കായിക ഇന മത്സരവുമായി ബന്ധപ്പെട്ടതാണ്? ബ്രിഡ്ജ് ഔട്ട് റസ്സലിംഗ്. കേട്ടോ, റസ്സലിംഗ്. ഓപ്ഷൻ എ റസ്സലിംഗ് ആണ്. 48-ാമത്തെ ചോദ്യം. പണ്ഡിതനും തെയ്യം കലാകാരനുമായ രാമന് മണക്കാടൻ ഗുരുക്കൾ എന്ന ആചാരപ്പട്ടം നൽകി ആദരിച്ച തമ്പുരാൻ ആര്? ചിറക്കൽ തമ്പുരാൻ. ഓപ്ഷൻ ബി ചിറക്കൽ തമ്പുരാനാണ്. കേട്ടോ. 49-ാമത്തെ ചോദ്യം. സംഘകാല സാഹിത്യത്തിൽ പരാമർശിച്ചിരിക്കുന്ന ഐന്തിണകളിലെ അവസാന നിലമായ നെയ്തൽ സൂചിപ്പിക്കുന്നത് എന്തിനാണ്? കടലോര പ്രദേശത്തെയാണ്. കേട്ടോ, ഓപ്ഷൻ ഡി കടലോര പ്രദേശത്തെ. 50 ഗീതാഞ്ജലി ശ്രീക്ക് 2022 ബുക്കർ സമ്മാനം ലഭിച്ച ടോം ഓഫ് സാൻഡ് എന്ന കൃതി ഹിന്ദിയിലെ ഏത് നോവലിൻ്റെ പരിഭാഷയാണ്? രേത്ത് സമാധി. കേട്ടോ, രേത്ത് സമാധി. ഓപ്ഷൻ ബി ആണ് ആൻസറായിട്ട് വരുന്നത്.